ആ പോസ്റ്റിൽ ഞാനത് ക്യാച്ച് ചെയ്യുന്നത് ഈ പണത്തെ പറ്റിയല്ല. പണക്കാർ പോയത് പോയി, പണത്തെക്കുറിച്ചല്ല. ഞങ്ങളുമായി ഒരിക്കൽ പോലും ഈ സന്ധി സംഭാഷണത്തിനായി അദ്ദേഹം സാമുവൽ ജെറോം വന്നിട്ടില്ല എന്നാണ് ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. സാമുവൽ ജെറോമിന്റെ ഇടപെടലിനെ കുറിച്ച് സംശയമുണ്ടാവുന്നത്, ആ സംശയം സ്ഥിരീകരിക്കുന്ന ഒരു പോസ്റ്റുമായി ഇപ്പോൾ തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഹി മൂവ്സ് ബിറ്റ്വീൻ പ്ലാറ്റ്ഫോംസ് കളക്ടിംഗ് ഡൊണേഷൻസ് ആൻഡ് എംബസിൽഡ് കൗണ്ട്ലെസ് അമൗണ്ട്സ് ഓഫ് മണി ഇൻ ദ നെയിം ഓഫ് നെഗോഷിയേഷൻ, ദ ലേറ്റസ്റ്റ് ബീയിങ് $40,000. ഇയാൾ പലതരത്തിലുള്ള നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ് പണം ശേഖരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് $40,000 ശേഖരിച്ചെന്നാണ്. വി ഹാവ് നോട്ട് മെറ്റ് ഹിം, നോട്ട് സീൻ ഹിം, നോ കോണ്ടാക്ട്, നോട്ട് ഈവൻ എ ടെക്സ്റ്റ് മെസ്സേജ് റിഗാർഡിംഗ് ദിസ് മാറ്റർ. ഞങ്ങൾ അവനോട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, കണ്ടിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല, ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയച്ചിട്ടില്ല. ആൻഡ് ഐ ചലഞ്ച് ഹിം ടു പ്രൂവ് അതർവൈസ്. ഞാൻ വെല്ലുവിളിക്കുന്നു സാമുവൽ ജെറോമിനെ അല്ല എന്ന് തെളിയിക്കാൻ. നോക്കൂ, മരിച്ചുപോയ ദലാലിന്റെ സഹോദരൻ പറയുന്നത് ഒരു തവണ പോലും സാമുവൽ ജെറോം ഞങ്ങളുമായി അടുത്തിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്, എവിടെയെങ്കിലും ഞങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുമായി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തെളിയിക്കാൻ ഞാൻ സാമുവൽ ജെറോമിന് വെല്ലുവിളിക്കുന്നു എന്നാണ് മരിച്ചുപോയ ദലാലിന്റെ സഹോദരൻ പറയുന്നത്. നാണവും മാനവും ഇല്ലാത്തവൻ നമ്മളോട് പറഞ്ഞത് എന്താണ്? അതായത് സാമുവൽ ജെറോം നമ്മളോട് പറഞ്ഞത് എന്താണ്? ഞാൻ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത് എന്ന് നമ്മളോട് കള്ളം പറഞ്ഞ് പൈസ മേടിക്കുകയാണ് സാമുവൽ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. After the president approved the execution order, I met him Sanas, where he came to me congratulating, his face full of joy, saying 1,000 congratulations. വധശിക്ഷ സ്ഥിരീകരിച്ചുകൊണ്ട് പ്രസിഡന്റിന്റെ വിധി വന്നപ്പോൾ ഞങ്ങൾ അയാളെ കണ്ടിരുന്നു. അയാൾ ഞങ്ങളെ അഭിനന്ദിച്ചു, ആയിരക്കണക്കിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. നോക്കൂ, നാണവും മാനവും ഇല്ലാത്തവൻ എന്ത് ചെയ്തു? നിമിഷപ്രിയയെ ഇന്ന തീയതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് യമൻ കോടതി പറയുമ്പോൾ അവിടെ പോയി ഈ സാമുവൽ ജെറോം കൺഗ്രാജുലേഷൻ പറയുകയാണ്. നിമിഷപ്രിയയുടെ കുടുംബത്തെ വിളിച്ച് പറയുകയാണ്, കൺഗ്രാജുലേഷൻ, അങ്ങനെ തന്നെ വേണം, നിമിഷപ്രിയക്ക് അങ്ങനെ തന്നെ വേണമെന്ന് ഈ സാമുവൽ ജെറോം പറയുകയാണ്. നമ്മളൊക്കെ വധശിക്ഷ വിധിച്ചപ്പോൾ എല്ലാ പള്ളികളിലും, എല്ലാ ചർച്ചുകളിലും, എല്ലാ അമ്പലങ്ങളിലും നമ്മൾ പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും നിമിഷപ്രിയ മോചിക്കപ്പെടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പറ്റുന്നു സാമുവലെ, എങ്ങനെ പറ്റുന്നു? ഞങ്ങളോട് നീ $4,000 മേടിച്ചത് ഞാൻ ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞ് നീ പൈസ മേടിച്ച നീ ഒരു തവണ വിധി വന്നപ്പോൾ അവിടെ പോയി കൺഗ്രാജുലേഷൻ പറയാൻ നിനക്ക് എങ്ങനെ തോന്നി സാമുവലെ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. A few hours later, while browsing media outlet from Kerala, India, I saw the latest news. He had requested $20,000 from them as part of the so-called negotiation expenses with Talal family. തലാലിന്റെ കുടുംബവുമായി നെഗോഷിയേഷൻ നടത്താൻ $20,000 ചോദിച്ചുകൊണ്ട് മലയാള മാധ്യമങ്ങളിൽ പറയുന്നത് ഞാൻ പിന്നീട് കണ്ടു. For years he has traded on our spilled blood under the banner of mediation. കുറെ കാലമായി ഞങ്ങളുടെ രക്തം വിറ്റ് അയാൾ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നു. നോക്കൂ, ദലാലിന്റെ സഹോദരൻ ഈ വിഷയം അറിയുന്നത് മലയാള മാധ്യമങ്ങളിലൂടെയാണ്. ആരോ പറഞ്ഞിട്ടുണ്ടാവും, സാമുവൽ ജെറോം എന്ന് പറയുന്ന വ്യക്തി നിരന്തരമായി നിങ്ങൾക്ക് പൈസ തന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നാണ് കേരള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ദലാലിന്റെ സഹോദരനോട് ആരോ പറഞ്ഞതുകൊണ്ടാണ് ദലാലിന്റെ സഹോദരൻ ആ വാർത്ത ക്ലിയറായി കേൾക്കുകയും അതിനുശേഷം ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പേജ് അപ്ലോഡ് ചെയ്യുന്നതും. അതായത് ഞങ്ങളെ ഒരിക്കൽ പോലും സാമുവൽ ജെറോം ഈ വിഷയം ചർച്ച ചെയ്യാനായി കണ്ടിട്ടില്ല എന്ന് വ്യക്തമായി പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. മധ്യസ്ഥതയുടെ പേര് പറഞ്ഞ് എ മീഡിയേഷൻ വി ഹാവ് ഓൺലി എവർ ഹേർഡ് ഓഫ് ത്രൂ ഹിസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ മീഡിയ. മാധ്യമങ്ങളിലെ പ്രസ്താവനയിലൂടെ മാത്രമാണ് ഞങ്ങൾ മീഡിയേഷനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. വി നോ ദ ട്രൂത്ത് ആൻഡ് വി വിൽ റിവീൽ ഇഫ് ഹി ഡസ് നോട്ട് സ്റ്റോപ്പ് ലൈയിങ് ആൻഡ് ഡിസീവിങ്. ഞങ്ങൾക്ക് സത്യമറിയാം, അയാളെ കള്ളം പറച്ചിൽ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ അതൊക്കെ പുറത്തു പറയും. ഈ കുറിപ്പിലൂടെ സാമുവൽ ജെറോം നിമിഷപ്രിയയെ ചതിക്കുകയായിരുന്നോ എന്ന സംശയം രൂപപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നാണ് സഹോദരൻ പറയുന്നത്. അതായത് കൊല്ലപ്പെട്ട ദലാലിന്റെ സഹോദരൻ വെല്ലുവിളിക്കുകയാണ്, നീ തെളിയിക്ക്, ഞങ്ങളുമായി ചെയ്ത ചർച്ച നീ തെളിയിക്ക് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്താണ് ഇപ്പൊ ഒരു നമ്മുടെ തലാലിന്റെ സഹോദരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതായത്
ഈ നിങ്ങൾ ഈ സാമുവൽ ജെറോം വക്കീലല്ലെന്നും സാമുവൽ ജെറോം സാമ്പത്തിക പിരിവ് നടത്തുന്നെന്നും ഈ പണമൊന്നും അവർക്കാർക്ക് കിട്ടി എന്താണ് നിങ്ങളല്ലേ ഈ പണം പിരിച്ചു കൊടുത്തതും അതിന് ചുമതലയൊക്കെ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടി മധ്യസ്ഥ ചർച്ചയ്ക്ക് $40,000 ആവശ്യമുണ്ട് എന്ന് ഞങ്ങളുടെ യോഗത്തിൽ പറഞ്ഞത് സാമുവൽ ജെറോമാണ്. ഓക്കെ. അപ്പം അവിടെയുള്ള ഗോത്ര സംസ്കാര രീതികളനുസരിച്ച് ആടിനിറക്കാനും മറ്റ് ഷെയ്ഖുമാരുടെ ചെലവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനാവശ്യമുണ്ട് എന്ന് ഞങ്ങളെ കമ്മിറ്റി അറിയിക്കുന്നത് സാമുവൽ ജെറോമാണ്. നോക്കൂ, നിങ്ങൾ കേട്ടല്ലോ, അതായത് അവിടെ ഷെയ്ഖുമാരൊക്കെ ഉണ്ടാവും, അതിനു വേണ്ടി ആടിനൊക്കെ അറുത്താണ് ചർച്ച ചെയ്യുന്നത്. അതിന് പൈസ വേണമെന്ന് പറഞ്ഞത് സാമുവൽ ജെറോമാണ്. എന്ത് നാണോ മാനോ ഇല്ലാത്തവനാണ് സാമുവൽ. നീ അതായത് എൻ്റെ പൊന്നു സാമുവൽ ജെറോമേ, നീ ആടിനെയല്ല എന്തിനെ വേണമെന്ന് നീ അറുത്തോ, പക്ഷേ ഇത്ര അധികം പൈസ മേടിച്ച് നീ ഒരു 5 മിനിറ്റെങ്കിൽ ചർച്ച ചെയ്തോ എൻ്റെ പൊന്നു സാമുവൽ ജെറോമേ? നാണോ മാനോ ഉണ്ടോടാ നിനക്ക്? അതായത് മരണത്തെ വിറ്റ് ജീവിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഇന്ത്യൻ എംബസി യമനിൽ നേരിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ സഹായം ഞങ്ങൾ തേടി എന്നുള്ള വസ്തുതയാണ്. മറ്റൊരു വഴി ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ $20,000 ആദ്യം കളക്ഷൻ നടത്തി എംബസി വഴിക്ക് ഞങ്ങളത് കൈമാറി. ആ കൈമാറിയപ്പോൾ ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ തന്നെ കമ്മിറ്റിയെ അറിയിക്കണം. നടന്ന സംഭവവികാസങ്ങൾ പിന്തുണ അറിയിച്ചിട്ടുണ്ടോ, കുടുംബത്തെ കണ്ടിട്ടുണ്ടോ, കുടുംബം ഇതിനോട് സഹകരിക്കുന്നുണ്ടോ എന്നിത്യാദി കാര്യങ്ങളെല്ലാം കമ്മിറ്റിയെ അറിയിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ കണ്ടീഷൻ. ആ കണ്ടീഷൻ പാലിക്കപ്പെട്ടില്ല. നോക്കൂ, ഇവിടെ പൈസ കൊടുത്തതിന് ശേഷം നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഓഫീസ് പറയുകയാണ്, ശ്യാമുലെ ഞങ്ങൾ പൈസ തരാം, പക്ഷേ ചർച്ച എവിടെ എത്തി അതൊക്കെ നീ ക്ലിയറായി കൃത്യമായി പറയണമെന്ന്. ഓക്കെ, ഞാനെല്ലാം പറഞ്ഞോളാം എന്ന് പറഞ്ഞാണ് പൈസ മേടിച്ചത്. അതിനുശേഷം ചർച്ചയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നാണ് ഇവിടെ ഈ ഫോൺ കോളിലൂടെ നമുക്ക് ക്ലിയർ ആകുന്നത്. അതായത് എന്തായി സാമുവൽ ജെറോമെ ചർച്ച എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാണ്ട് ഇരുന്നു എന്നാണ് ഈ ഫോൺ കോളിൽ നിന്ന് നമുക്കറിയപ്പെടുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഗഡു ആദ്യത്തെ ഗഡു കൊടുത്ത് 7 മാസം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ ഗഡു ആവശ്യപ്പെട്ടത്. നിങ്ങൾ ഈ കണക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ അക്കാര്യത്തിൽ കുറച്ച് കടുംപിടുത്തം കാണിച്ചു. ഞാൻ മാത്രമല്ല, കമ്മിറ്റിയിലെ ഒരു വലിയ വിഭാഗം ഈ രണ്ടാമത്തെ ഗഡു കൊടുക്കണമെങ്കിൽ ആദ്യത്തെ ഗഡു കൊടുത്തതിന്റെ കണക്ക് അല്ലെങ്കിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത്, ചർച്ച നടന്നിട്ടുണ്ടോ, അത് കുടുംബം വന്നിട്ടുണ്ടോ, കുടുംബത്തെ ഇരുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ അറിയിച്ചേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഒരു വലിയ ഭാഗം ആളുകൾ തർക്കിച്ചിരുന്നു. എന്നാൽ $20,000 കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമായിരിക്കുമെന്ന് സാമുവൽ ഈ യോഗങ്ങളിലൊക്കെ വന്ന് ഷൗട്ട് ചെയ്യുകയും അതുപോലെയുള്ള ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണം നടത്തുകയും ചെയ്തപ്പോൾ കമ്മിറ്റിക്ക് രക്ഷയില്ലാതായപ്പോൾ കമ്മിറ്റിയുടെ ഭാരവാഹികൾ രണ്ടാമത്തെ ഗഡു കൈമാറി. നോക്കൂ, ആദ്യഘട്ടത്തിൽ $20,000 ആണ് മേടിച്ചത്. രണ്ടാമത്തെ ഘട്ടം 7 മാസത്തിന് ശേഷം പറയുകയാണ് വീണ്ടും $20,000 വേണം. അപ്പോൾ ഈ ടീമൊക്കെ ചോദിച്ചു, എന്തിനാണ് മോനെ, ഒരു ചർച്ചയെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങൾ ഈ 20,000 എന്തിന് തരണം? അപ്പോൾ സാമുവൽ ജെറോം ഇവിടെ പറയുകയാണ്, നിങ്ങൾ $20,000 തന്നിട്ടില്ലെങ്കിൽ നിമിഷപ്രിയയെ ഉടൻ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും, എത്രയും പെട്ടെന്ന് നിങ്ങൾ പൈസ തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ പാവങ്ങളായ ഇവർ എങ്ങനെയെങ്കിലും നിമിഷപ്രിയ രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് പറഞ്ഞ് $20,000 കൂടി കൊടുക്കുകയാണ്. ബാക്കി കൂടി കേട്ടു നോക്കാം. രണ്ടാമത്തെ ആ പണം പോയത് സൗദി എംബസിയിലേക്കാണ്. സൗദി എംബസിയിലേക്ക്. പക്ഷേ സാറേ, ഇപ്പോ ഈ വന്നിട്ടുള്ള സാറിന്റെ പോസ്റ്റ് കണ്ടല്ലോ, ഈ നമ്മുടെ ബ്രദറിന്റെ പോസ്റ്റ് കണ്ടല്ലോ, ആ പോസ്റ്റിൽ ഞാനത് ക്യാച്ച് ചെയ്യുന്നത് ഈ പണത്തെ പറ്റിയല്ല. പണക്കാർ പോയത് പോയി, പണത്തെ കുറിച്ചല്ല. ഞങ്ങളുമായി ഒരിക്കൽ പോലും ഈ സന്ധി സംഭാഷണത്തിനായി അദ്ദേഹം സാമുവൽ ജെറോം വന്നിട്ടില്ല എന്നാണ് ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. പൈസ മേടിച്ചത് പ്രശ്നമല്ല, പൈസ ആവുമ്പോൾ അത് ശരിയാണ്. പക്ഷേ ഇത്രയധികം പൈസ മേടിച്ചിട്ടും ഒരു തവണ പോലും ഈ സാമുവൽ ജെറോം കൊല്ലപ്പെട്ട ദലാലിൻ്റെ കുടുംബവുമായി ഒരക്ഷരം പോലും, ഒരു മിനിറ്റ് പോലും ചർച്ച ചെയ്തിട്ടില്ല. നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നു നിരന്തരം ചർച്ചയിലാണ്. പക്ഷേ കുടുംബം പറയുന്നു മാപ്പ് തരില്ല എന്ന് സാമുവൽ പറയുമ്പോൾ എങ്ങനെ തോന്നുന്നു, എങ്ങനെ ആ പൈസ കൊണ്ട് കഴിക്കാൻ പറ്റുന്നു സാമുവൽ ജെറോമെ? ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഇത് മാത്രമല്ല, അവരെ അഭിനന്ദിച്ചെന്ന് പറയുന്നല്ലേ? അവരെ കോടതി പിരിഞ്ഞപ്പോൾ 1000 തവണ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് കൈപിടിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ വായിക്കുന്നത്. എനിക്കറിയാവുന്ന അറബി ഭാഷയിൽ ഞാൻ ആ പോസ്റ്റ് റീഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം.
നോക്കൂ, ഇത്രയൊക്കെ പൈസ മേടിച്ചല്ലോ, അതിനുശേഷം നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ ഇന്ന നാളിൽ വധശിക്ഷ നടപ്പിലാക്കൂന്ന് പറയുമ്പോൾ സാമുവൽ ജെറോമിന് ഇത്തിരി ദയ പോലുമില്ല. അതായത് ഒരു നിമിഷം പോലും സാമുവൽ ജെറോം ചിന്തിച്ചിട്ടില്ല അവരെ വിറ്റാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്, എന്നെങ്കിലും ഒരക്ഷരമെങ്കിലും പ്രാർത്ഥിക്കാം അവളെ മോചിപ്പിക്കാൻ വേണ്ടി. അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഈ നാറി എന്ത് ചെയ്തു, സാമുവൽ ജെറോം എന്ത് ചെയ്തു, ഈ കൊല്ലപ്പെട്ട ദലാലിൻ്റെ കുടുംബവുമായി വിളിച്ച് പറയുകയാണ്, കൺഗ്രാജുലേഷൻ, നിങ്ങൾക്ക് 1000 സ്വാഗതം, അങ്ങനെ തന്നെ വേണം, എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയെ കൊല്ലപ്പെട്ടെ, അതായത് തൂക്കിൽ നിമിഷപ്രിയയെ എത്രയും പെട്ടെന്ന് കേറ്റട്ടെ എന്നാണ് സാമുവൽ ജെറോം അപ്പോഴും പറഞ്ഞത്. നാണവും മാനവും ഇല്ലാത്തവൻ, ഇവൻ്റെ മനസ്സിൽ കരുണ എന്ന് പറയുന്ന ഇത്രയെങ്കിലും ഉണ്ടോ? നിമിഷപ്രിയയെ വിറ്റ് ഇത്രയധികം പൈസ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമെന്ന് പറയുമ്പോൾ കൺഗ്രാജുലേഷൻ, ഉടൻ തന്നെ വിധിക്കപ്പെടട്ടെ എന്ന് പറയുന്ന ഇവനൊക്കെ മനുഷ്യനാണോ? ഓക്കെ, ബാക്കി കൂടി കേട്ടു നോക്കാം. നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ മർക്കസിൽ നിന്ന് ബഹുമാനപ്പെട്ട AP ഉസ്താദ് നടത്തുന്ന ചർച്ചയെ പിന്നോട്ടടുപ്പിക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ്. മനസ്സിലായി. അതുകൊണ്ടായിരിക്കും ഈ കാന്തപുരത്തിനെതിരെ പോലും ഒരു രംഗത്ത് വന്നത്. അവര് രംഗത്ത് വരുന്നതിന്റെ കാരണം അതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ, കാരണം അതിന് മർക്കസിന് പങ്കാളിത്തമില്ല, മർക്കസിന്റെ ഉത്തരവാദിത്തത്തിലല്ല ഈ പണം പോയതും എന്നൊക്കെ മനസ്സിലാകുന്ന സമയത്ത് സാമുവൽ ജെറോം വഞ്ചിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുന്നതോടുകൂടി ചർച്ചയ്ക്ക് കൂടുതൽ അവസരം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, AP അബൂബക്കർ മുസ്ലിയാറിനെ ചർച്ച അങ്ങ് മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ കാരണം അവിടെ ദലാലിൻ്റെ കുടുംബം ചിന്തിച്ചത് AP ഉസ്താദ് അടക്കം ഇങ്ങനെ ഞങ്ങളെ ചതിക്കുന്നു, പൈസ മേടിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞ് AP ഉസ്താദും സാമുവൽ ജെറോമും ഒന്നിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അവിടുത്തെ കുടുംബം ആദ്യം വിചാരിച്ചത്. ഇപ്പോൾ അവർക്ക് കാര്യം ക്ലിയറായി മനസ്സിലായി, AP ഉസ്താദ് ഇതിൽ ഒന്നും ചെയ്യുന്നില്ല, AP ഉസ്താദ് നല്ലതിന് മാത്രമാണ് ചെയ്യുന്നത്, എല്ലാം ചെയ്തത്, ഞങ്ങളെ ചതിച്ചത് സാമുവൽ ജെറോം മാത്രമാണെന്ന് ആ കുടുംബം തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ചർച്ച നിർണായകമാണ്, വളരെ സപ്പോർട്ട് കിട്ടാനാണ് ചാൻസ്. ഓക്കെ, ഏറ്റവും അവസാനത്തെ ഒരു ഓഡിയോ ക്ലിപ്പും കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ആണോ? അപ്പൊ ഇനിയിപ്പോ മർക്കസ് നേരിട്ട് ഒരു പക്ഷേ ചർച്ച ചെയ്തേക്കാം. ചർച്ച ചെയ്തേക്കാം. നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന് ഇന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. അതായത് ഇപ്പം സുപ്രീം കോടതി വിധി പ്രകാരം സുപ്രീം കോടതി പറഞ്ഞത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കണമെന്നാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പം വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചു കഴിഞ്ഞു. കേന്ദ്ര വിദേശകാര്യ അതെ ഡെലിഗേഷൻ അയക്കണമെന്നും. ഓക്കെ, ഇപ്പോൾ ഏതായാലും എല്ലാവരും കൂടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മാത്രം നേതൃത്വം കൊടുത്താലേ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും AP ഉസ്താദിന് കട്ട സപ്പോർട്ടാണ്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത്, സാമുവൽ ജെറോമിനെ ഈ കുറ്റങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വലിയൊരു കേസ് എടുക്കണമെന്നാണ്, അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് കാന്തപുരം ഉസ്താദ് ഇടപെട്ടുകൊണ്ട് നിമിഷപ്രിയ മോചിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.